അതായത് ഈ ഡിറ്റാച്ച്മെന്റ് സംഭവിച്ചെന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും ഇവിടെ. ആധ്യാത്മികതയുടെ ഒരു ഫോർമുല അങ്ങനെയാണ്. നമ്മൾ ഈ ലോക വിഷയങ്ങളോട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതിക ലോക വിഷയങ്ങളല്ല, ഭൗതിക വിഷയം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ട്, എനിക്ക് ക്യാഷൊക്കെ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഞാൻ പുറത്തോട്ട് പോലും ഇറങ്ങത്തില്ല, അല്ല ക്യാഷ് കിട്ടുക. അപ്പോൾ ഇത് മസ്റ്റല്ലേ? അതുപോലെ ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷണം വേണം, അത് മസ്റ്റാണ്, ഐ നോ ഇറ്റ്. നിങ്ങൾക്ക് ജോലി വേണം, ഭക്ഷണം വേണമെങ്കിൽ എന്ത് വേണം? ജോലി വേണം, അത് മസ്റ്റാണ്, ഐ നോ ഇറ്റ്. നിങ്ങൾക്ക് വീട് വേണം. കഴിഞ്ഞ ദിവസങ്ങളിലേ ഈ ബാഹുലേൻ എന്ന് പറഞ്ഞൊരു സാക്ഷ്യമുണ്ടായി. ബാഹുലേൻ കരഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം പറയണത്. ബാഹുലേൻ്റെ വീടിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? കൃപാസനം. കളിക്കാവിലുള്ള ട്രിവാൻഡ്രത്ത് കളിക്കാവിലുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആൾ പറയണതേ, എൻ്റെ അന്ന് അദ്ദേഹത്തിന് ഈ ബാഹുലേൻ എന്ന് പറയുന്ന ആളിന് ഒരു 10-65 വയസ്സുണ്ടേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെന്ന് പറയുമ്പോൾ ആ ഒരു പ്രായം കണ്ടില്ലേ. അപ്പോൾ അദ്ദേഹം പറയും, എനിക്ക് മാത്രം വീടില്ല എന്ന് പറയും. അമ്മയോട് വന്നിട്ടും പറയും, എനിക്ക് മാത്രം വീടില്ല, ഞാൻ തുഴഞ്ഞിട്ട് എത്തിയില്ല എന്ന് പറയും. അത് അമ്മയുടെ മുമ്പിൽ ആരോ പറഞ്ഞ് അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ വീട് തരുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കളിക്കാവിലെന്ന് അദ്ദേഹം ഇവിടെ വരണത്. അപ്പം അമ്മയോട് ആദ്യം കരുണ ചെയ്താൽ എൻ്റെ പ്രായക്കാർക്കെല്ലാം വീടുണ്ടെന്ന്. 65, അതായത് ആ സങ്കടം നിങ്ങൾ മനസ്സിലാക്കണേ, അത് വല്ലാത്ത സങ്കടമാണ്. 65 വയസ്സുള്ളൊരു മനുഷ്യൻ, അയാൾക്ക് 2 പെൺകുഞ്ഞുങ്ങൾ, അയാൾ തോറ്റു നിൽക്കുകയാണ്. എന്താണ്? അയാളുടെ പ്രായക്കാർക്കെല്ലാം 65 വയസ്സുള്ള അപ്പന്മാർക്കെല്ലാം സ്വന്തമായിട്ട് വീടുണ്ട്, അയാൾക്ക് വീടില്ല. അപ്പം അമ്മയെ കണ്ടപ്പോൾ വയസ്സ് 65ആയി. അമ്മേ, എനിക്ക് മാത്രം വീടില്ല, 30 കൊല്ലമായി ഞാൻ വീടിന് വേണ്ടി പരിശ്രമിക്കും. 30 കൊല്ലമേ. അമ്മ വേറെ ഒന്നും ചെയ്തില്ല, അപ്പം തന്നെ ആ ഫയലെടുത്ത് ഒപ്പിട്ട് ആ 1 മാസം തന്നെ വീടായി. അതെന്ത് പറയേണ്ട പോലെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അയാൾക്ക് പറഞ്ഞിട്ടും തീരണില്ല ഈ സാക്ഷ്യം. കരകയാണ് നിന്ന് പറയുകയാണ്. അതുകൊണ്ട് അയാളുടെ പേരും ബാക്കി കിട്ടിയ വീടിൻ്റെ പേരും കൃപാസനം. അപ്പം അത് ചില സമയത്ത് നമ്മളിങ്ങനെ എങ്ങനെ ആഞ്ഞു തുഴഞ്ഞാലും കര പറ്റത്തില്ല. അതിനു വേണ്ടിയാണ് ദൈവം. അതുകൊണ്ടാണ് ദൈവം വചനത്തിലുള്ളത്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ചില സമയത്ത് മെറിറ്റ്, ഇപ്പോൾ 2 പെൺകുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി അതുങ്ങളെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കണവരെ ഈ അപ്പം കിടന്ന് വിഷമിക്കുമ്പോൾ ചിലപ്പോൾ വീട് വെക്കാൻ പറ്റിയില്ല, മെറിറ്റില്ല. അയാളുടെ ജീവിതം അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ നമ്മുടെ കഴിവോ ബുദ്ധിയോ ആലോചനയോ കഴിവോ സ്വാധീനമോ കൊണ്ട് ചിലപ്പോൾ ജീവിതം തല്ലിപ്പൊട്ടിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളപ്പോൾ പറയേണ്ട പോലെ പറയണം, അതാണ് വിഷയം. അതൊക്കെ ശരിയാവും എന്നല്ല, ശരിയാകത്തില്ലെന്ന് ആദ്യമേ തന്നെ മനസ്സിൽ പിടിച്ചിട്ട് പറയണം, എൻ്റെ അമ്മ എനിക്കത് ശരിയാക്കി തരും. അമ്മ ഈശോയോട് പറഞ്ഞിട്ട് അത് ശരിയാക്കി തരും. അല്ലെങ്കിൽ എനിക്ക് ഇനിയൊരു ബാല്യമില്ല, ഇനിയൊരു അംഗത്തിന് എനിക്ക് ബാല്യമില്ല, വയസ്സ് 65ആയി, ഇനി എന്ത് ചെയ്യാനാ? അതുകൊണ്ട് അമ്മ എന്നെ സഹായിക്കണം. അതിപ്പോൾ സത്യസന്ധമാണ്. അമ്മയുടെ മെറിറ്റ് അടിയറ വെച്ച് പറയുകയാണ്. ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുമ്പോൾ ആദ്യമേ ചെയ്യുമ്പോൾ നിങ്ങൾ മെറിറ്റ് സറണ്ടർ ചെയ്യത്തില്ല. നിങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം അതാണ്. എനിക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ ആൾക്കാരെ കൗൺസിൽ ചെയ്തില്ലേ, അപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കണം, ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്ന് വെച്ചാൽ നിൻ്റെ കഴിവല്ല, എൻ്റെ കൃപ. അതാണ് എൻ്റെ അർത്ഥം. അതാണ് എഫെസ്യസ് 2, അതാണ് ഉടമ്പടി എന്ന് പറയണത്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ ഈ നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെറിറ്റ് സറണ്ടർ ചെയ്യണം ആദ്യം. ബാഹുലേൻ ചെയ്ത അതാണ്. എനിക്ക് 65 വയസ്സായി, ഞാൻ എൻ്റെ മെറിറ്റ് സറണ്ടർ ചെയ്യുകയാണ്, എനിക്ക് നീ യോഗ്യതയില്ല, ഇനി എനിക്ക് ഈ ജന്മത്ത് എൻ്റെ അധ്വാനം കൊണ്ടൊരു വീട് വെക്കാൻ പറ്റുമെന്ന് കരുതണില്ല, മെറിറ്റ് സറണ്ടർ ചെയ്ത്. അപ്പോൾ എന്തു ചെയ്യും? അപ്പോൾ അമ്മക്ക് സത്യസന്ധമായിട്ടൊരു കാര്യം മനസ്സിലായി. നമ്മൾക്ക് പറ്റുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ആരോ പൊക്കറികളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടേ, താൻ പാതി ദൈവം പാതി എന്ന്. എല്ലാം വർക്കൗട്ട് ചെയ്യത്തില്ല, അത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാരണം ചില സമയത്ത് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പാതി വെക്കാൻ നമ്മുടെ ഉണ്ടാകത്തില്ല. അതാ വിഷയം. നിങ്ങൾക്കറിയാവില്ല, ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ പാതി വെക്കാൻ നമ്മുടെ കയ്യിലില്ല. പിന്നെ എന്ത് ചെയ്യണം? ആ പാതി ആര് വെക്കണം? ആ പാതിയും നീ തന്നെ വെക്കണമെന്ന് പറയും, ദൈവം തന്നെ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെങ്കിൽ കൈയും കെട്ടി മടിയന്മാരെ കിടന്ന് ഉറങ്ങുകയല്ല. അവന്മാരുടെ കാര്യത്തിൽ തീരുമാനമാകൂ, അതല്ല. നമ്മൾ ദൈവത്തിൽ നിൽക്കുമ്പോൾ ഒരു മിനിമം സത്യസന്ധത കാണിക്കണം. കാര്യം
കർത്താവ് ഈ വിഷയത്തിൽ നീ ഇടപെടാതെ നടക്കത്തില്ല. പക്ഷേ ഇതെനിക്ക് ആവശ്യമാണെന്ന് ഈശോയ്ക്കറിയാമല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അപ്പം അതാണ് ഒരു പ്രൊവിഷൻ ഉള്ളത്. എന്തുകൊണ്ടാണ് കാനായിലെ കല്യാണത്തിൽ അമ്മയുടെ ആപ്ലിക്കേഷൻസ് ഈശോ പെട്ടെന്ന് സ്വീകരിക്കാൻ കാരണം ദൈവത്തിൻ്റെ ജനറൽ പോളിസിയിലുള്ളതാണ്. എന്താണ്? ഇതൊക്കെ നമ്മൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു.